അവിടെ 3 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒന്ന് വായിച്ചേ അതുല്യ, അതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. Calculate the squares of some odd numbers and check the following statement. Explain why they are true. എന്താ വായിച്ചതിന് അർത്ഥം മനസ്സിലായോ അതുല്യക്ക്? കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് സം ഓഡ് നമ്പേഴ്സ്. എന്തോ അതുല്യ അർത്ഥം? ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ. കുറച്ച് ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ കണ്ടുപിടിക്കാം. നോക്കിക്കേ, എഴുതണ്ട, നിങ്ങളുടെ നോട്ടിനകത്തിലുണ്ട്, നിങ്ങൾ ബുക്കിലോട്ടങ്ങ് പിന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓഡ് നമ്പേഴ്സ് എഴുതാൻ പോവാം. എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഓഡ് നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാ? 1 3 5 7 എക്സെട്ര അല്ലേ? ഈ ഓഡ് നമ്പറുകളുടെ എന്തെടുക്കണം? സ്ക്വയർ. ഒന്നിന്റെ സ്ക്വയർ 1, 3ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ബാക്കി വായിച്ചാട്ടെ. ആൻഡ് ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. എക്സ്പ്ലെയിൻ വൈ ദേ ആർ ട്രൂ. എന്തുകൊണ്ട് അവ ശരിയാകുന്നു എന്നുകൂടെ നമ്മൾ പറയണം. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ മേരി ഒന്ന് വായിച്ചേ. The square of any odd number is odd. The square of any odd number is odd. ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ഉത്തരം എന്തു വരുന്നു? ഓഡ് നമ്പർ. നോക്ക, ഓഡ് നമ്പറുകളാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചേക്കുന്ന 1 3 5 7. അതിൻ്റെ സ്ക്വയറുകളാണ് താഴെ എഴുതി വെച്ചിരിക്കുന്ന 1 9 25 49. നമ്പറുകളും ഓഡ് നമ്പറാണ്, അതിൻ്റെ സ്ക്വയറും എന്ത് നമ്പറാണ്? ഓഡ് നമ്പർ. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അതെ സർ. അപ്പൊ അവിടെ എഴുതി വെക്കുക. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഒന്ന് വായിച്ചേ, ആൻസർ ഒന്ന് വായിച്ചേ. അവിടെ എങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്തിൽ ആൻസർ എങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചാട്ടെ ആരെങ്കിൽ. മിണ്ടുന്നില്ല. The square of any odd number is odd. 1 3 5 7 etc. are odd numbers. The squares 1 9 25 49 etc. are also odd numbers. അവരും എന്ത് നമ്പർ? അവരും എന്ത് നമ്പർ തന്നെയാണ്? ഓഡ് നമ്പർ. ഓക്കെ, ശരി. ഇനി അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നതല്ലേ ചോദിച്ചേക്കുന്നേ അല്ലേ? പിള്ളേര് മിണ്ടുന്നില്ല. അതെ സർ. അപ്പൊ അതിന്റെ കാരണം നമ്മൾ എഴുതാൻ പോവാണ്. ഈ കാരണം എന്തുപയോഗിച്ച് എഴുതണം നമ്മൾ? ഈ കാരണം ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഓഡ് നമ്പറിനെ എങ്ങനെ എഴുതാം? ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് 2n+1 എങ്ങനെ എഴുതാം? 2n+1. ഇനി ഈ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ നമുക്ക് വേണ്ടത്? പറഞ്ഞാട്ടെ. അപ്പം 2n+1 ദ ഹോൾ സ്ക്വയർ. ഇത് കണ്ടിട്ട് നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഐഡിയ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. 2n ദ ഹോൾ സ്ക്വയർ പ്ലസ് പറ പിള്ളേരെ. 2 into 2n into 1 plus 1 square. അപ്പോൾ 2n-ന്റെ സ്ക്വയർ 4n സ്ക്വയർ ആണോ? ആണോ? 2 into 2n into 1 എത്ര വരും?
4n. 4n. അപ്പോൾ 4n പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ, ഒന്നിൻ്റെ സ്ക്വയർ നിങ്ങളുടെ ആൻസറിൽ നിന്ന് വേണമെങ്കിൽ ഒരു ചെറിയ മാറ്റം വരുത്തി ഞാൻ പറഞ്ഞുതരാം. ഈ 4n സ്ക്വയർ പ്ലസ് 4n നിങ്ങൾ കണ്ടോ? അതിനകത്തിന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു 2വിനെ കോമൺ എടുക്കാം. അപ്പം നിങ്ങൾ ചോദിക്കും സാർ 4 എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. എടുക്കാം, പക്ഷെ ഒരു ആൻസർ വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2വിനെ കോമൺ എടുക്കുന്നു. എന്നിട്ട് ബാക്കിയൊന്ന് പറഞ്ഞാട്ടെ. 4n സ്ക്വയറിൽ നിന്ന് 2 എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഉത്തരം പറഞ്ഞാട്ടെ. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2n സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 2n സ്ക്വയർ. ഇനി 4nനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ. ഒന്ന് പറവുള്ളാരേ. 4nനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2n പ്ലസ് ഈ 2 കൊണ്ട് ഗുണിച്ചു വന്നിരിക്കുന്ന നമ്പറുകളിനെ നമുക്ക് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാമോ? പറയാമോ? എ മൾട്ടിപ്പിൾ ഓഫ് 2 പ്ലസ് 1 എന്ന് കിട്ടിയില്ലേ? 2ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടിക്കിട്ടുന്ന നമ്പറുകൾ എന്ത് നമ്പറുകളാണ്? ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 2ന്റെ അപ്പൊ ഇത് എന്ത് നമ്പരാണ്? അപ്പോൾ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ഉത്തരം എന്ത് നമ്പർ വരും? ഇത് നിങ്ങളുടെ നോട്ടിലെ രീതിയിൽ പറയുവാണെങ്കിൽ 4n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1. ഇതിലെ ആദ്യത്തെ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ആദ്യത്തെ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നമ്പറിനെയോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഒരു 1 മിച്ചം കിടക്കുന്നില്ലേ? അതാണ് നമ്മുടെ റിമൈൻഡർ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നു? 1 വരുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് നമ്പർ എന്ന് വിളിക്കുന്നത്? ഓഡ് നമ്പർ. ഇനി എൻ്റെ നോട്ടിന് താഴത്തെ സംഗതി നമ്മുടെ അതുല്യ മീര ഒന്ന് വായിച്ചേ. when the square of an odd number കണ്ടില്ലയോ? രണ്ടാമത്തെ പേജിൽ square of an odd number is divided by 2. Remainder is 1. Odd number is divided by 2. Remainder is 1. Square of odd number is divided by 2. Remainder is also 1. Therefore, the square of any odd number is always an odd number. അപ്പോൾ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എല്ലായ്പ്പോഴും എന്ത് നമ്പർ ആയിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. വായിച്ചു നോക്കി മനസ്സിൽ വായിച്ചാട്ടെ. The square of any odd number leaves remainder 1 on division by 4. എന്താണ് അനാമിക വായിച്ച ചോദ്യത്തിന് അർത്ഥം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? പറയാം സർ. The square of any odd number leaves remainder 1 on division by 4. എന്താണ് അർത്ഥം? ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര വരും? 1 വരും. നമ്മൾ മുമ്പ് എഴുതിയതുപോലെ തന്നെ നോക്കുക. ഓഡ് നമ്പർ ആരൊക്കെയായിരുന്നു?
2, 3, 5, 7. ഓക്കെ, എക്സെട്ര. 1, 3, ഇനി 5, ഇവരുടെ 7. സ്ക്വയറുകൾ 5, നമ്മൾ 7. എടുക്കുന്നു. ഓക്കെ, ഇവരുടെ സ്ക്വയറുകൾ നമ്മൾ എടുക്കുന്നു. 1ന്റെ സ്ക്വയർ 1, 3ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25. 7ന്റെ സ്ക്വയർ 49. ഇവരെ ഓരോരുത്തരെയും നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 4. അപ്പം നമ്മൾ ആദ്യത്തെ ആളെ ഒന്നും എടുക്കുന്നില്ല, ഒന്ന് അവിടെ നിൽക്കട്ടെ, അതാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. 9നെ എടുക്കുന്നു. 9നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4. 4 കൊണ്ട് പറഞ്ഞാട്ടെ. 4. 4, 2, 8. റിമൈൻഡർ സിസ്റ്റം 1. ഓക്കെ. അടുത്ത നമ്പരായി 25 എടുക്കുന്നു. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാട്ടെ. 4, 6 24. റിമൈൻഡർ 1. അടുത്തത് 49നെ എടുക്കുന്നു. 49നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12, 4, 48. റിമൈൻഡർ സിസ്റ്റം 1. അപ്പോൾ പറഞ്ഞാട്ട് എന്താ പ്രത്യേകത? മിണ്ടുന്നില്ല, വേഗം പറ, എന്താ പ്രത്യേകത? ഓഡ് നമ്പറുകളുടെ സ്ക്വയറുകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നു? 1. ഇതിന്റെ കാരണമാണ് ചോദ്യം. കാരണം നമ്മൾ എന്തുപയോഗിച്ച് പറയണം? ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര അനുസരിച്ച് ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നേ? 2n+1. 2n+1. ഇനി നമ്മൾ ആ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ 2n+1 ദ ഹോൾ സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. 4n² പ്ലസ് 4n+1. 4n plus ഈ ആദ്യത്തെ 2 ടേമിൽ നിന്ന് 4നെ കോമൺ എടുക്കാമല്ലോ. കോമൺ എടുത്താൽ 4 ഇൻറ്റു ഈ രണ്ടിനകത്ത് നിന്ന് 4 ഇങ്ങ് വെളിയിലെടുത്തു. പിന്നെ ബാക്കി ആരുണ്ട്? 4 ഇൻറ്റു n² പ്ലസ് n² plus n. പിന്നെ ആരുണ്ട് മിച്ചം? 1. ഈ ആദ്യം കിടക്കുന്നയാൾ 4 ഇൻറ്റു എന്ന് പറഞ്ഞാൽ അർത്ഥം എ മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1. ഈ 1 ആണ് ആരായിട്ട് വരുന്നത്? മിണ്ടുന്നില്ല. ആ 4 ആണ് ആരായിട്ട് വരുന്നത്? ആ 4 ആണ് ആരായിട്ട് വരുന്നത്? ആ 4 ആണ് ആ 1 ആണ് ആരായിട്ട് വരുന്നത്? നിങ്ങൾ തൊട്ട് മുകളിൽ നോക്കുക. ആ 1 ആരായിട്ടാണ് വരുന്നേ? റിമൈൻഡർ ആയിട്ട്. അപ്പോൾ ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എല്ലായ്പ്പോഴും എത്ര കിട്ടും? 1 കിട്ടും. കിട്ടത്തില്ലേ? അപ്പോൾ ആ സ്റ്റെപ്പുകൾ നമ്മുടെ അനീറ്റെ ഒന്ന് വായിച്ചാട്ടെ. രണ്ടാമത്തെ ആൻസർ ഒന്ന് വായിച്ച അനീറ്റെ. The square of any odd number leaves remainder 1 on division by 4. General form of an odd number is equal to 2n+1. Their squares are 2 whole square 2n+1. The whole square is equal to 4n² plus 4n+1. അതിലെ 4n² 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4n 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 ആരായിട്ടും വരും? റിമൈൻഡർ. അപ്പോൾ താഴെ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? When 4n² plus 4n+1 divided by 4, the remainder is 1. അപ്പോൾ ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 1. ഓക്കെ. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. എന്നിട്ട് എന്നോട് പറയണം, സാർ അതിനകത്ത് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ അത് ക്ലിയർ ചെയ്യാം.
പാർട്ടിലേക്ക് പോകാം. എന്തോ അതുല്യ അതിന്റെ തേർഡ് പാർട്ട്? The square of any odd number leaves remainder 1 on division by 8. എന്താണ് വായിച്ചതിന് അർത്ഥം എന്ന് പറഞ്ഞ അതുല്യേ? ദ സ്ക്വയർ ഏതെങ്കിലും ഒരു ഓഡ് നമ്പറിനെ സ്ക്വയറിനെ ഓഡ് നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. റിമൈൻഡർ 1 വരും. ഏതെങ്കിലും ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 1. ഇതാണ് ഇങ്ങോട്ട് നോക്കാം. ആദ്യം ഈവൻ നമ്പരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തെ ഈവൻ നമ്പർ എത്ര? 2. 2വിനെ നമുക്ക് 1 × 2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. ഓക്കെ. അടുത്ത ഒരു ഈവൻ നമ്പർ 6. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. മറ്റൊരു ഈവൻ നമ്പർ 12. 12നെ നമുക്ക് 3 × 4 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും സാർ. മറ്റൊരു ഈവൻ നമ്പർ 20. 20യെ നമുക്ക് 4 × 5 എന്ന് എഴുതാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാം. ഈ നമ്പറുകൾ കണ്ടോ? 1 × 2, 2 × 3, 3 × 4, 4 × 5. എന്താ പ്രത്യേകത? എന്താണ് പ്രത്യേകത? 1 × 2, 2 × 3, 3 × 4, 4 × 5. എന്തിനും പ്രത്യേകത വല്ലതും ഉണ്ടോ? ഈ നമ്പറുകളൊക്കെ n × n+1 എന്ന രൂപത്തിൽ കിടക്കുകയാണ്. ശരിയോ തെറ്റോ? n × n+1 എന്ന രൂപത്തിലാണോ ഈ ഈവൻ നമ്പരൊക്കെ കിടക്കുന്നേ? 1 × 2, 2 × 3, 3 × 4, 4 × 5 എന്ന് പറഞ്ഞാൽ n × അതിന്റെ തൊട്ടടുത്ത നമ്പർ എന്ന രീതിയിലല്ലേ കിടക്കുന്നേ? അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഏതൊരു ഈവൻ നമ്പറിനെ എങ്ങനെ എഴുതി വെക്കാം? നമുക്ക് n × n+1 എന്ന് എഴുതാം. ആ ഐഡിയ എവിടെ കിട്ടിയോ? കിട്ടി സാർ. ഇനി ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എന്തുവാ? ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം 2n + 1. ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ അല്ലേ വേണ്ടത്? 2n + 1 ദ ഹോൾ സ്ക്വയർ. പറഞ്ഞാട്ടെ, എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്ത് പറഞ്ഞാട്ടെ. 4n² + 1 ഈക്വൽ. ഞാൻ വേണ്ടേ ഈ രണ്ട് ടേമിനകത്തിൽ നിന്ന് ഒരു 4n കോമൺ എടുക്കും. 4n × ഇനി ബാക്കി എന്തോ വരും? 4n² നിന്ന് n+1 ആണോ? +1 ഈക്വൽ 4 × തൊട്ട് മുമ്പ് എഴുതി വെച്ചു. n × n+1 രൂപത്തിൽ വരുന്ന നമ്പറുകൾ എന്ത് നമ്പർ? അതിൻ്റെ കൂടെ കിടപ്പുണ്ട്. n × n+1 രൂപത്തിൽ വരുന്ന നമ്പറുകൾ എന്ത് നമ്പരാണ്? ഈവൻ നമ്പരാ. അപ്പോൾ ഇതൊരു ഈവൻ നമ്പരാണ്. +1 ഈക്വൽ 4 × ഏതൊരു ഈവൻ നമ്പറിനെ നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമോ? എല്ലാ ഈവൻ നമ്പറുകളും 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ശരിയോ തെറ്റോ? ശരിയാണ് സർ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതി വെക്കാം? ശരിയാണ് സർ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? 4 × 2m 2m + 1. 4 × 2m എന്ന് പറഞ്ഞാൽ എത്ര? 4 × 2m 4 × 2m 4 × 2 8m + 1. 8m എന്ന് വെച്ച അർത്ഥം എ മൾട്ടിപ്പിൾ ഓഫ് പിള്ളേരെ 8m എന്ന് എഴുതി വെച്ച എന്തോ അർത്ഥം? എ മൾട്ടിപ്പിൾ ഓഫ് 2 കൊണ്ട് നടക്കുന്നു. 8 കൊണ്ട് ഗുണിക്കുന്ന നമ്പറുകളൊക്കെ 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ? എ മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1. ഈ 1 ആരായിരിക്കും?
എല്ലാ കണക്കിനും അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 1 Remainder. ആരായിരിക്കും? റിമൈൻഡർ ആയിരിക്കും. ഈ 1 ആരായിരിക്കും? ആ അപ്പോൾ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് എല്ലായ്പ്പോഴും എത്ര കിട്ടും? എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. Doubt illa, sir.